നിന്നെക്കൊണ്ടൊരു ഉപകാരമില്ല, നീ ഒരു വിഡ്ഢിയാണെന്നൊക്കെ നമ്മളോട് ഒരാൾ പറയാന്ന് വിചാരിക്കാം. അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പ്രയാസമൊക്കെ തോന്നും. പക്ഷേ ആ വാക്കുകൾ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അവരുടെ ഒരു റിഫ്ലക്ഷൻ, അവർക്ക് എന്താണോ നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവർ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അത്തരത്തിൽ അവർ പറഞ്ഞ കാര്യമാണെങ്കിലോ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി ഒറ്റ തവണയേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തെ വീണ്ടും വീണ്ടും മൈൻഡിലിട്ട് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ വ്യക്തി ഒരു തവണ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ 100 തവണ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ വിഡ്ഢിയാണെന്ന് പറഞ്ഞതിന് നിങ്ങളുടെ സ്വയത്തോട് നിങ്ങൾ 100 തവണ വിഡ്ഢിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും വിഡ്ഢി നിങ്ങൾ തന്നെയല്ലേ? അപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടതുണ്ടോ വിട്ടുകളഞ്ഞാൽ മതിയോ എന്നുള്ളത്. നമ്മളടുത്തേക്ക് ഒരാൾ ഒരു ഗിഫ്റ്റും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ ഗിഫ്റ്റ് ആരുടെ കയ്യിലാണ് കിടക്കുന്നത്? കൊണ്ടുവന്ന ആളുടെ കയ്യിലല്ലേ? അതേ രീതിയിൽ തന്നെയാണ് ഈ ഗിഫ്റ്റും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് വേർഡ്സും അവരുടെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ്. അത് നിങ്ങളല്ല എങ്കിൽ നിങ്ങൾ വെറുതെ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്വയത്തെ അത് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല.